പ്രണയച്ചതി, ജാതിക്കൊല. റെജിമോൻ നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നു. നഗരമധ്യത്തിലുള്ള ആശുപത്രിയിൽ നിന്നുമാണ് കാണാതായിരിക്കുന്നത്. ജാതിയുടെ പേരിൽ കൊലകൾ നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. റെജിമോൻ നാടാരുടെ തിരോധാനം മറ്റൊരു ദുരഭിമാന കൊലയോ. റെജിമോൻ നാടാരുടെ കുടുംബ ബിസിനസ് ആയിരുന്ന ഫ്ലോർ മില്ലിൽ നിന്നും അയാൾ സ്വയം വളർത്തിക്കൊണ്ടുവന്ന സംരംഭമാണ് ദൈവസഹായം ഫുഡ് പ്രൊഡക്ട്സ്. ദൈവസഹായം ഫുഡ് പ്രൊഡക്ട്സിന്റെ മോഡലായി വന്നതായിരുന്നു രചന നായർ. ഈ ഒരു അടുപ്പം അവരെ പ്രണയത്തിലേക്ക് എത്തിച്ചെങ്കിലും രചനയുടെ അച്ഛൻ ഇരവിക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അടുത്ത് നടക്കാൻ പോകുന്ന നിയമം ഉപതെരഞ്ഞെടുപ്പിൽ ഇരവിയെ KSP സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഷ്ട്രീയ വെട്ടിനിരത്തലുകൾക്ക് പേരുകേട്ട ഇരവിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് റെജിമോന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇരവിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത്. സർ, റെജിമോൻ മിസ്സിംഗ് കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? റെജിമോൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ഡയറക്ഷനിൽ തന്നെയാണ്. നടപടികളുണ്ടാകും. സർ, കേരളത്തിൽ ആവർത്തിച്ചു വരുന്ന ദുരഭിമാന കൊലകളെ കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്താറായിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ മീഡിയക്കാർ അനാവശ്യമായ റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്. നേമം ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പാർട്ടി ഇരവിക്കുട്ടിപ്പിള്ളയെ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ലെന്ന് KSP സംസ്ഥാന സെക്രട്ടറി ശംഖുമുഖം ചന്ദ്രചൂഡൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ഒരിക്കലും ഇരവിയെ പരിഗണിച്ചിട്ടേ ഇല്ല. അങ്ങനെ വാർത്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്.
Just 1 second. സാർ ഇപ്പൊ ശരി. അവൾ എടുക്കുന്നില്ലല്ലോ ഇവിടെ. ഈ പീസായ അവള് വണ്ടി ഓടിക്കായിരിക്കില്ലേ? ഇതിനു മുമ്പ് വണ്ടി ഓടിക്കാൻ പറ്റേണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. ടെൻഷൻ ഉണ്ടാവില്ലേ ഇതിപ്പോ? വണ്ടി എടുക്കും. റിജി, നീ ഒന്ന് ചില്ലായ. ആദ്യം അവള് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊന്ന് എത്തട്ടെ. നീ എവിടെ എത്തി? അവള് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവൾ ഇതുവരെ വന്നിട്ടില്ല. രചന വന്നില്ലേ? അവളുടെ ഫോൺ ഓഫാടാ. എങ്കിൽ അവളെ തേച്ചാളാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളവൻ്റെ ജാതിയും പ്രായമൊക്കെ നോക്കുന്നു. എന്ത് പറ്റിയെന്ന് പറ മഹി. എന്താ? മനസ്സെ, നിനക്കറിയാലോ, പഴയ പ്രേമം പൊളിഞ്ഞപ്പോൾ കള്ളടിച്ച് കൈ മുറിച്ചവനാണ്. അത് ഞാൻ നോക്കിക്കോളാം. ഏതായാലും നീൻ്റെ ഓഫീസിലോട്ട് കിട്ടോ. എന്നാൽ ഞങ്ങൾ കൂടെ അങ്ങോട്ട് വരാം. വേണ്ട, നിങ്ങളെ കൂടി കണ്ടു കഴിഞ്ഞാൽ അവൻ കൂടുതൽ സെൻറ്റിയാകും. ശരി. liverayestavraടാ. ഹലോ അൻസു, കേൾക്കാമോ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? ഒപ്പിട്ടാ? ഇല്ല, പറ, ഇടാൻ പോവാണ്. വേഗം വരണേ. ഓക്കെ ഓക്കെ. രജി, നമുക്ക് അവളെങ്ങാനും. ഇല്ലടേ, അവള് വരും. വരാതിരിക്കാൻ അവൾക്ക് പറ്റൂല.